ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ബന്ദി വെച്ച് പിടിപ്പിച്ച എൻ്റെ പൂക്കളാണ് നിൽക്കുന്നത്. നല്ല അടുക്ക് ബന്ദിയാണ് കേട്ടോ. അല്ല, നല്ല ഭംഗിയാണ് കാണാൻ. ഉണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. നമ്മുടെ കൃഷി സ്ഥലത്ത് ഇത് വെച്ച് പിടിപ്പിച്ചാൽ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കൃഷികൾ ചെയ്യുമ്പം പ്രാണികളൊന്നും അടുക്കത്തില്ല. ഇതിനൊരു പ്രത്യേക മണവും സ്മെല്ലും ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഭംഗിയും കിട്ടും, നമുക്കൊരു ആശ്വാസമാണ്. നമ്മുടെ ആ ചെടിയെ പൂ പിടിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും നമുക്കുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരിടത്ത് പോയപ്പോൾ ഒരു പൂ പിച്ചിക്കൊണ്ട് വന്നത് ഉണങ്ങിയത്, അത് ഞാൻ പാവി കിളിപ്പിച്ച് ഇഷ്ടം പോലെ പൂ പിടിച്ചിട്ടുണ്ട്. ഇത് പിച്ചി കളയാൻ നമുക്ക് തോന്നത്തില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ പൂവിന്. ഒരു പൂവ് കണ്ടില്ലേ, ഒരു പൂവ് എന്തുമാത്രം ഇതുണ്ടോ നോക്കി, കാണാൻ തന്നെ നല്ല അഴകാർന്ന അടുക്ക് ജമന്തി. ജമന്തി അല്ലല്ലോ, ബന്ദി. ജമന്തി ഇതല്ല. ജമന്തി ഓച്ചറ വൃശ്ചമാസത്തിൽ ജമന്തി പൂ വിറ്റായിരുന്നു. ഈ ചെടി കൊണ്ടുവന്ന് അവർ നനച്ച് വെച്ച് വിജ. ഞാൻ ഒരു മൂട് മേടിച്ച്, അത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാതെ നമ്മൾ ഒത്തിരി മേടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മൂട് മേടിച്ച്. പക്ഷെ അത് പിടിച്ചില്ല എന്ന മട്ടിൽ നിൽക്കുവാണത്. ഇതാണ് സാധനം വേണ്ട. പക്ഷെ അതിനകത്ത് 2-3 പൂ പിടിക്കുന്നുണ്ട്. ഇല പൊട്ടി ചെറുതായിട്ട് വരുന്നുണ്ട്. പിടിച്ച് കിട്ടിയ ഭാഗ്യം. വേണ്ട, ഇത്തരം പൂവാണ്. ഒരു മൂടേ മേടിച്ചുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഒരു മൂട് മേടിച്ചത്. പക്ഷേ ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ദൈവമേ, കിളിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ് ജമന്തിപ്പൂ. ഇതാണ് പൂ, ചെറുതാണ്. ഇല പിടിക്കുമായിരിക്കും തോന്നുന്നു. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ ചെറിയ രീതിയാണ് നനച്ച് കൊടുക്കുക. പിടിച്ച് കിട്ടുന്നെങ്കിൽ ഭാഗ്യം. നല്ല വേരൊക്കെ ഉണ്ടായിരുന്നു മേടിക്കുമ്പോൾ. അതുപോലെ മഞ്ഞ ചെമ്പരത്തി, തെറ്റിപ്പൂവ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ തോതിൽ കൃഷിയൊക്കെ ഉണ്ടോ. തക്കാളി ഒക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ. കാന്താരി മുളക് ഇതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ, പൂത്തിട്ടില്ല. പളനി പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരിടത്തുനിന്ന് ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്നത്, അത് കൊണ്ടുവച്ച് പിടിച്ച് ചെറുതിലേ അങ്ങ് പൂത്ത് ശരിക്കും പൂക്കുന്നുണ്ട്. പക്ഷേ കാ പിടിക്കുന്നില്ല. എന്ത് പറ്റിയതാണെന്ന് ഒരു പിടിയുമില്ല. പിടിക്കുമായിരിക്കും എന്നുള്ളൊരു സമാധാനത്തിൽ നിൽക്കുകയാണ്. നിറച്ചടി പൊട്ട് മേള് വരാണ്ട് ഇത്രേ അടിയിൽ നിന്ന് ഇവിടെ അറ്റം വരെ അത് പൂത്ത്. പക്ഷെ ഒരു കായും ഇതുവരെ വീണില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.